ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ ബിഗ് ബോസ് സീസൺ 8 അഗ്നി പരീക്ഷയുടെ ഒരു ഹുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് 6 more ഡേയ്സും കൂടെ അല്ലേ. ഓഗസ്റ്റ് 15 ഓൺവേർഡ്സ് അഗ്നി പരീക്ഷ സക്സസ്ഫുള്ളി ജിയോ ഹോട്ട്സ്റ്റാറിൽ റണ്ണായി തുടങ്ങും. അപ്പോൾ അതിനുശേഷം നമുക്ക് ഓൾമോസ്റ്റ് അറിയാൻ പറ്റും എങ്ങനെയാണ് കോമൺ ഹൗസിൻ്റെ സെലക്ഷൻ, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്നുള്ളത്. ഇതിൻ്റെ ഇടയിൽ അറിയാം, അഗ്നി പരീക്ഷയുടെ ഒരു ജഡ്ജ്മെൻറ്റ് പാനൽ റിയാസ്, അഖിൽ മാരാർ, അതുപോലെ രഞ്ജിനി ഹരിദാസ് ഇവരുമായിട്ടുള്ള ഒരു വീഡിയോ വന്നിരുന്നു. അതുപോലെ ഇപ്പോൾ ആങ്കറിനെ അനൗൺസ് ചെയ്തിട്ടുള്ളൊരു ചെറിയൊരു പ്രമോയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. റനീഷ സെക്കൻഡ് റണ്ണറപ്പ്, അഖിൽ മാരാറിൻ്റെ സീസണിലെ അഖിൽ മാരാർ സീസൺ എന്ന് വെച്ചാൽ ലാസ്റ്റ് സീസൺ വിന്നറായിട്ടുള്ള അഖിൽ മാരാറിൻ്റെ റണ്ണറപ്പ് ആയിരുന്ന റനീഷയാണ് ഈ പറയുന്ന ആങ്കറിങ് ചെയ്യുന്നത് ഈ ഷോവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷോയിൽ ഓൾമോസ്റ്റ് ഇപ്പോൾ 100 എബോവ് ആൾക്കാരിൽ നിന്നുള്ളൊരു സെലക്ഷൻസും കാര്യങ്ങളും കഴിഞ്ഞ് ഒരു 20, അതായത് ക്യാപ്സൂൾ ഫോം 20-ലാക്കിയിട്ട് ശേഷമുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഈ പറയുന്ന ടെലികാസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. 20 മെമ്പേഴ്സിൽ നിന്ന് ബെറ്റർ ആൾക്കാരെ സെലക്ട് ചെയ്യുക, ഒന്നിലധികമോ ആൾക്കാരെ ഫൈനൽ നമ്മുടെ ബിഗ് ബോസ് സീസൺ 8 മെഗാ ഷോയിലേക്ക് എൻട്രി ചെയ്യുക എന്നുള്ളൊരു അൾട്ടിമേറ്റ് എയിമിലൂടെയാണ് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് സീസൺ അഗ്നി പരീക്ഷ കൺക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമുക്കിപ്പം ഒരു പ്രഡിക്ഷൻ, ഓൾറെഡി കുറച്ച് പ്രഡിക്ഷൻസ് ഒക്കെ പറഞ്ഞിരുന്നു. പ്രഡിക്ഷൻസ് വെറുതെ നമുക്ക് പറയാം, എല്ലാവരും പറയാമല്ലേ, അപ്പോൾ നമുക്കൊന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പം പ്രഡിക്ഷൻസിൽ നമുക്ക് പറയാൻ പറ്റുന്ന ആൾക്കാരെന്ന് വെച്ചാൽ മേജറായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ പേരാണ് ബിജു സോപാനം. എന്ന് പറയുന്ന ആൾ, ഈ ബിജു സോപാനം എന്ന് പറയുന്ന അറിയാലോ, നമ്മുടെ ഉപ്പുമുളകും ടീം ഒരാളാണ് എന്ന് തോന്നുന്നു അല്ലേ, ബിജു സോപാനം. അപ്പം അയാൾ വരാനുള്ള സാധ്യത, അത്യാവശ്യം ഗെയിം പൊട്ടൻഷ്യലൊക്കെ ഹൈ പറയുന്നുണ്ട്. എൻ്റർടൈൻമെൻ്റ് ആണ്, കമ്മ്യൂണിക്കേഷൻ അടിപൊളിയാണ്, ഓഡിയൻസിന് നല്ല കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ സിദ്ധാർത്ഥ് പ്രഭു എന്ന് പറയുന്നത് അറിയാം, നമ്മുടെ മലയാളികൾക്ക് ഏറെ പരിചിതമായിട്ടുള്ള തട്ടിമുട്ടിയും ഒക്കെ അല്ലേ. തട്ടിമുട്ടിയും സീരിയലിൽ 2 കുട്ടികളില്ലേ, അതിലൊരാൾ സിദ്ധാർത്ഥ് ഈ ഇടയ്ക്ക് ഒരു കോൺട്രവേഴ്സീസ് ഉണ്ടാക്കി. പുള്ളിക്കാരെ വണ്ടി ഓടിച്ച് പ്രശ്നം ഉണ്ടാക്കി, വണ്ടിയിൽ നിന്ന് വീണ്, അങ്ങനെ വണ്ടി ഇടിച്ച്, അങ്ങനെയുള്ള ഒരു വീഡിയോ ഉണ്ടായിട്ടില്ലേ. അപ്പോൾ അതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള പോപ്പുലാരിറ്റി ഉണ്ട്, അത്യാവശ്യം സെറ്റാണ്, അത്യാവശ്യം വിന്നർ പോസിബിലിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണ്. വേണമെങ്കിൽ ടോപ്പ് 5 കാൻഡിഡേറ്റ് ആയിട്ടൊക്കെ കൺസിഡർ ചെയ്യാം. പിന്നെ ആതിര നായർ റീസെൻറ്റ് റിപ്പോർട്ട്സിലൊക്കെ ആതിര നായരുടെ കേസ് വരുന്നുണ്ട്. അപ്പം പുള്ളിക്കാരത്തി ഒരു ഫീമെയിൽ എന്നുവെച്ചാൽ ഒരു ഇൻഫ്ലുവൻസർ കൈൻഡ് ഓഫ് ആളാണ്. അപ്പം പ്രഡിക്ഷനിലുള്ളതുകൊണ്ട് റീസെൻറ്റ് ലിസ്റ്റിലൊക്കെ ആൾ വരുന്നുണ്ട്, സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ജാസി എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണ്. അറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്ന ആഷി കോമ്പിനേഷൻ. പുള്ളിക്കാരൻ അടിപൊളിയാണ്, സൂപ്പറാണ്. വന്നു കഴിഞ്ഞാൽ ആളുടെ ആർഗ്യുമെൻറ്റ്സും ആളുടെ രീതികളും അത്യാവശ്യം കോമഡി കാര്യങ്ങളൊക്കെ സെറ്റാവും പറ്റിയ ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും ബിഗ് ബോസ് സീസൺ 8. അലൻ ജോസ് വന്നാൽ എങ്ങനെ ഉണ്ടായിരിക്കും? പൊളിയായിരിക്കും. അലൻ ജോസ് വന്നാൽ നമ്മളെല്ലാം ചിരിച്ചാവും. പുള്ളിയുടെ ഓരോ ആറ്റിറ്റ്യൂഡ് തന്നെ നമ്മളെ കോമിക്കാക്കാൻ പറ്റുന്നതാണെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ തന്നെയാണ് കേട്ടോ ജാസിൽ എന്ന് പറയുന്ന ആളും. അപ്പോൾ ഇവരൊക്കെ വരട്ടെ, നമുക്ക് കുറച്ച് എൻ്റർടൈൻ ചെയ്യാം. കുറച്ച് നാളത്തേക്ക് നമുക്ക് നമ്മുടെ വൈബങ്ങ് ചേഞ്ച് ചെയ്തേക്കാം. ദെൻ വിനു വിജയ് എന്ന് പറയുന്നത് നമ്മുടെ ബിഗ് ബോസ് സീസൺസ് അനുമോളുടെയൊക്കെ PR എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം PR എന്ന് പറയുന്നില്ല, PR തന്നെയാണ്. PR വർക്കൗട്ട് ചെയ്തത് വിനു വിജയ്. പുള്ളിക്കാരൻ്റെ പേര് ഇങ്ങനെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ കൂടുതലായിട്ട് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു മോഡലും ഇൻഫ്ലുവൻസറും ഒക്കെ ആയിട്ടുള്ള അപർണ തോമസ് കിട്ടുണ്ടായിരിക്കും. അപ്പം ആള് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദെൻ ജീവൻ ഗോപാൽ, ടെലിവിഷൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാളാണ് ജീവൻ ഗോപാൽ. ക്യാമറ ഹാൻഡ്ലിങ് ചെയ്യുന്ന ഒരു പരിപാടി ചെയ്യുന്ന ഒരാളാണ്. പുള്ളി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വിവേക് ഗോപൻ കേട്ടിട്ടുണ്ടോ? വിവേക് ഗോപൻ ആക്ടർ എന്ന നിലയിലും പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള വ്യക്തി എന്ന നിലയിലും വിവേക് ഗോപൻ്റെ പേര്
വളരെ ഇഷ്ടമായിട്ട് കേൾക്കുന്നുണ്ട്. പുള്ളിക്കാരൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പേരും പിന്നെ നമ്മുടെ കോമണർ ആരാണെന്നുള്ളത് നമുക്ക് അഗ്നിപരീക്ഷയ്ക്ക് ഇപ്പം നമുക്ക് അതായത് ആസ് എ ഓഡിയൻസിന് വോട്ടിംഗ് ഉണ്ടോ ഇല്ല എന്നുള്ളതൊന്നും അറിയത്തില്ല. ബട്ട് വി സ്റ്റേ ടോൺ, നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം അഗ്നിപരീക്ഷയുടെ സാധ്യതകൾ എന്തൊക്കെയാണ്, അഗ്നിപരീക്ഷയിലൂടെ ബിൽഡ് ചെയ്തെടുക്കുന്ന കണ്ടസ്റ്റൻസിൻ്റെ ക്വാളിറ്റി എന്താണ്, ഒരു കോൺഫിഡൻസ്, അതായത് ബിഗ് ബോസ് എന്ന് പറയുന്ന മത്സരമായി കണ്ട് സെറ്റാക്കാൻ പറ്റുന്ന കുറച്ച് മെമ്പേഴ്സിനെ വി ആർ എക്സ്പെക്റ്റിംഗ്. സോ അങ്ങനെയുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഷോനെ എൻ്റർടൈൻഡ് ആക്കാം എന്നുള്ളതാണ് ഒരു തോട്ട്. ഓക്കെ, സോ ആസ് ആൻ ഓഡിയൻസ്, ഒരു ജനറൽ ഓഡിയൻസ് എന്ന നിലയ്ക്ക് നമുക്കിപ്പോൾ ഈ പറയുന്ന ഈ വ്യക്തികളായിട്ടോ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ അണിയറ പ്രവർത്തകരുമായിട്ടോ ഒന്നും കണക്ഷനൊന്നും ഇല്ലാത്തവരാണ്. നമ്മളൊക്കെ നോർമൽ പീപ്പിൾസാണ്. അപ്പം നോർമൽ ആൾക്കാർക്കുള്ളൊരു ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഷോ കുറച്ചും കൂടെ ത്രിൽഡ് ആയിരിക്കണം. ചുമ്മാ എപ്പോഴും നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്ത് അടി എന്നല്ലാതെ കുറച്ച് ഷോ ലെവലിൽ റെഡി ആയിരിക്കണം. ഷോ ലെവൽ ഇൻ ദ സെൻസ് ഗെയിമിനൊരു ഗെയിം റൂൾ ഉണ്ടായി, അല്ല ഗെയിം റൂൾ ഇൻ ദ സെൻസ് ഗെയിമിനൊരു എന്താ ഒരു കോറൊരു പൾസുണ്ട്. ആ പൾസ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റണം. അതായത് പുറത്തിരുന്ന് കാണുന്ന ഓഡിയൻസിന് ആ പൾസ് ഇവരുടെ പെർഫോമൻസ് ത്രൂ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ഷോ ഒരു സീരിയൽ കണക്കായി പോകും. അപ്പം ഡെഫിനറ്റ്ലി ബിഗ് ബോസ് എന്ന് പറയുന്നത് ബിഗ് ബോസ് തന്നെ ആയി മാറണം എന്നുള്ളതാണ്. ഇതുവരെയുള്ള ഒരു സീസൺസും അങ്ങനെ അത്രയും സെറ്റായിട്ടില്ല. ഓക്കെ, ഷോ ഒക്കെ സക്സസ് ആവും, പക്ഷേ എങ്കിൽ കൂടി ബിഗ് ബോസ് ഷോ അതായത് ഒരു മെൻ്റൽ ഗെയിമാണ്. ആ മെൻ്റൽ ഗെയിമായിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് ഉള്ളൊരു ആ ലെവൽ ഓഫ് അപ്രോച്ചസ് ഉള്ളിലുള്ള കണ്ടസ്റ്റൻസിൻ്റെ പവറിൽ വേണം. ആ പവറിൽ വരാനായിട്ടുള്ള ഒരു ആക്ടിങ് എന്തോ ആയിക്കോട്ടെ, അതിനുള്ളൊരു ഗെയിം പ്ലാൻ അവർ ഇറക്കണം. അത് നമുക്ക് മനസ്സിലാവണം. പുറത്തുള്ള ഓഡിയൻസിന് ഇതാണ് പുള്ളിയുടെ ഗെയിം പ്ലാൻ, ഇതാണ് പുള്ളിയുടെ ഗെയിം പ്ലാൻ എന്നുള്ളത് മനസ്സിലാവണം. പക്ഷേ അകത്തുള്ളവർക്ക് അത് ഗെയിം പ്ലാനായിട്ട് മനസ്സിലാകാൻ പാടില്ല. അങ്ങനെയുള്ളൊരു വെറുതെ മനുഷ്യനെ ബോറടിപ്പിക്കുകയും ചെയ്തു. നമ്മളെ ബോറടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അവിടെ നിന്ന് വരാനും പാടില്ല. ഓക്കെ, ഇതൊക്കെയാണ് കേട്ടോ ബിഗ് ബോസ് സീസൺ 8. നമുക്കിനിയിപ്പം അഗ്നിപരീക്ഷയുടെ എപ്പിസോഡ്സുകളുടെ റിവ്യൂസൊക്കെ ചെയ്തു തുടങ്ങാം. സോ താങ്ക് യു സോ മച്ച്. ബൈ.